ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. റോക്കിയും അതേപോലെ നമ്മുടെ സുരേഷ് ഏട്ടനും കൂടി ഒരു ചെറിയ ചർച്ചയായിരുന്നു. അതില് റോക്കി സുരേഷ് എന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുന്നുണ്ട്. ചതിയും വഞ്ചനയും ബാക്ക് സ്റ്റാബിങ്ങും ഒന്നും ഇല്ലാതെ തന്നെ സുരേഷിന് ടോപ്പ് 5 കയറാൻ സാധിക്കും എന്നാണ് റോക്കി പറയുന്നത്. കാരണം സുരേഷിന് പ്രായവും എക്സ്പീരിയൻസും എല്ലാം ഉണ്ട്. പോയിന്റ് വെച്ച് സംസാരിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമാണ് എന്ന് റോക്കി എടുത്തു പറയുന്നുണ്ട്. സിജോയും സുരേഷ് ഏട്ടനും അർജുനും എല്ലാം പോയിന്റ് വെച്ച് സംസാരിക്കുന്നവരാണ്, അല്ലാതെ വെറുതെ കിടന്ന് ബഹളം വെക്കുന്നവരല്ല എന്ന് റോക്കി പറയുന്നുണ്ട്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എതിരാളിയുടെ എതിരാളി മിത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബാഡ് ടച്ചിന്റെ കേസ് എടുത്തിട്ട് സുരേഷ് എന്ന് രതീഷിന് എതിരായി കളിച്ചതോടെ സുരേഷ് റോക്കിയുടെ മിത്രമായി മാറി. അതുകൊണ്ട് ഇതൊക്കെ റോക്കി പറഞ്ഞതാണ് എങ്കിലും പറഞ്ഞതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. കഴിഞ്ഞ സീസണിൽ ഷിജു എന്ന കണ്ടസ്റ്റന്റ് 100 ദിവസം അവിടെ നിന്നത് അദ്ദേഹം ജെന്യുവൻ ആണെന്ന് ഓഡിയൻസിന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഇമോഷൻസ് ആയാലും എല്ലാം ഒറിജിനൽ ആണെന്ന് തോന്നി അദ്ദേഹത്തിന്റെ ജെന്യുവിനിറ്റി മനസ്സിലായത് കൊണ്ടാണ്. ഇപ്പോ ഈ ഒരു സീസണിൽ സുരേഷ് അതേ രീതിയിൽ നിന്നാലും ഒരുപക്ഷെ 100 ദിവസവും താണ്ടി ടോപ്പ് 5 എത്തിയേക്കാം. ഈ ഗെയിമിനെ കുറിച്ചുള്ള റോക്കിയുടെ അനാലിസിസ് പക്കയാണ്. സുരേഷിനെ കുറിച്ചുള്ള പ്രഡിക്ഷൻ കറക്റ്റായി വരുമോ എന്ന് എന്തായാലും കണ്ടു തന്നെ അറിയാം. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും